സാറേ, അമേരിക്ക വന്ന് മദുറയെ പിടിച്ചതോടുകൂടി വെനസ്വേലയുടെ മുഴുവൻ നിയന്ത്രണവും US-ൻ്റെ കയ്യിലാണെന്ന് നമ്മൾ കരുതി, എണ്ണയുടെ വിൽപ്പന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇപ്പോഴും ചൈനയ്ക്ക് വെനസ്വേലയിൽ നിന്ന് എണ്ണ പോകുന്നുണ്ട്. അത് അമേരിക്ക കടൽ വെച്ച് പിടികൂടുകയും ചെയ്തു. പിന്നെ അമേരിക്കയ്ക്ക് എന്ത് സ്വാധീനമാണ് വെനസ്വേലയിൽ? അതായത് ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യ സമുദ്ര മേഖലയിൽ ആണ് ഈ ഒരു എണ്ണ ടാങ്കർ പിടിച്ചിരിക്കുന്നത്. അക്വില 2 എന്നാണ് ടാങ്കറിന്റെ പേര്. ഇത് ഒരു റഷ്യൻ എണ്ണക്കപ്പലാണ്. ഇത് ചൈനയിലേക്ക് എണ്ണ കടത്തുകയായിരുന്നു. വെനസ്വേലയിൽ നിന്ന് പുറപ്പെട്ട റഷ്യൻ ടാങ്കർ, എണ്ണയുമായി പുറപ്പെട്ട ടാങ്കർ 16 കപ്പലുകളുടെ ഒരു വ്യൂഹം ആണ്. അതിൽപ്പെട്ട ഒരു ടാങ്കറാണിത്. അത് ചൈനയ്ക്ക് പോവുകയായിരുന്നു എണ്ണയുമായിട്ട്. അതാണ് ഇന്ത്യ സമുദ്രത്തിൽ കരീബിയൻ കടൽ മുതൽ അമേരിക്ക പിന്തുടർന്നിട്ട് പിടികൂടി ഇന്ത്യ സമുദ്ര മേഖലയിൽ വെച്ചിട്ട് ചേസ് ചെയ്തതാണെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. ഇതിൻ്റെ അകത്ത് ഇത് പാനമ കൊടിയുള്ള ടാങ്കറാണിത്. ഇത് നേരത്തെ തന്നെ അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് എണ്ണ ടാങ്കറുകളെയും എണ്ണ കമ്പനികളെയൊക്കെ ഉപരോധം ഏർപ്പെടുത്തുമല്ലോ, ടാങ്കറുകൾക്കും എതിരെ. അങ്ങനെ നേരത്തെ തന്നെ അമേരിക്ക ഉപരോധിച്ചിട്ടുള്ളൊരു ടാങ്കറാണ് അക്വില 2 എന്നാണ് അമേരിക്ക പറയുന്നത്. ഇൻഡോ പസഫിക് കമാൻഡ് ഏരിയയിൽ വെച്ചിട്ടാണ് പിടിച്ചത്. ശരിക്കും എവിടെ വെച്ചിട്ടാണ് പിടിച്ചതെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടില്ല. അമേരിക്കയുടെ ഇൻഡോ പസഫിക് കമാൻഡ് ഏരിയയിൽ, ഇൻഡോ പസഫിക് മേഖലയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെനസ്വേല ഒപെക് എണ്ണ ഉൽപ്പാദക രാജ്യത്തിൽപ്പെടുന്ന രാജ്യമാണ് വെനസ്വേല. അവിടെ നിന്നുള്ള ഈ സുയസ് മാക്സ് ടാങ്കർ ആണ് ഈ പിടിച്ചിരിക്കുന്നത്. ജനുവരി 1 വെനസ്വേലയിൽ നിന്ന് എണ്ണ നിറച്ച് വിട്ട ടാങ്കറാണ് ഇത്. ചൈനയ്ക്ക് 7 ലക്ഷം ബാരൽ ആണ് ഇതിൽ ഉണ്ടായിരുന്നത് എന്ന് വാർത്തയിലുണ്ട്. ആ ഒരു വ്യൂഹമായിരുന്നു അത്. ആ വ്യൂഹത്തിലെ മിക്കവാറും ടാങ്കറുകൾ അവയുടെ ദൗത്യമൊക്കെ നിർവഹിച്ച്, ഇപ്പം ചൈനയിലാണ് കൊടുക്കേണ്ടതെങ്കിൽ ദൗത്യമൊക്കെ നിർവഹിച്ച് മടങ്ങിക്കഴിഞ്ഞു. മടങ്ങാത്ത ഒരു ടാങ്കറാണ് ഈ പിടിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നോക്കുമ്പോൾ ഹോങ്കോങ്ങിൽ രജിസ്റ്റർ ചെയ്തൊരു കമ്പനി ആണ് ഈ ടാങ്കറിൻ്റെ ഉടമ എന്ന് പറയാം. ഇതിന് മുമ്പത്തെ പേര് ആസ്ട്രോപൊളാനിസ് എന്നായിരുന്നു ഈ ടാങ്കറിൻ്റെ പേര്. ഇപ്പോൾ അക്വില 2 എന്നാണ്. നേരത്തെ ഇതിന് ആസ്ട്രോപൊളാനിസ് എന്ന് പേരുണ്ടായിരുന്നു. ഉടമ ശരിക്കും റഷ്യക്കാരനാണ്. നമ്മൾ പലപ്പോഴും ഈ പ്രേത കപ്പൽ വ്യൂഹങ്ങളെ പറ്റി ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഷാഡോ ഫ്ലൈറ്റ്, ഗോസ്റ്റ് ഫ്ലൈറ്റ് എന്നൊക്കെ പറയും. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർദ്ധക്യം ബാധിച്ച കപ്പലുകളുണ്ടല്ലോ, ഇത് മേടിക്കും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുഴപ്പം പിടിച്ച കള്ളക്കടത്ത് നടത്താൻ, എണ്ണ കള്ളക്കടത്ത്, ഇറാനും റഷ്യക്കും ഒക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രേത കപ്പൽ വ്യൂഹങ്ങൾ. പഴയ കപ്പലുകൾ, അതിൻ്റെ പേര് ഇപ്പം ഇതിൻ്റെ തന്നെ പഴയ പേര് ആസ്ട്രോപൊളാനിസ്. ആസ്ട്രോപൊളാനിസ് എന്ന് പറഞ്ഞാൽ കപ്പൽ മേടിക്കുന്നു. ഒരു റഷ്യൻ ഉടമ ഹോങ്കോങ് കമ്പനിയുടെ പേരിൽ മേടിക്കുന്നു. എന്നിട്ട് പേര് മാറ്റുന്നു. പേര് മാറ്റിയിട്ട് കൊണ്ടുപോയി, ഇപ്പോൾ കൊടിയല്ലേ, പാനമേൽ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്യാണ് പുതിയ കപ്പൽ പോലെ. പേരും മാറ്റുന്നു. അപ്പോൾ നേരത്തെ ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ ഇതിൻ്റെ പേര് ആസ്ട്രോപൊളാനിസ് എന്നായിരിക്കുമല്ലോ അമേരിക്ക. പക്ഷെ ഇപ്പം ഇതിൻ്റെ പേര് അക്വില 2 എന്നാണ്. അപ്പോൾ ഉപരോധം ലംഘിക്കാനായിട്ട് പറ്റും. പുതിയ കപ്പലാണ് എന്നുള്ള തോന്നൽ, പുതിയ കൊടി, പുതിയ കപ്പൽ. അപ്പോൾ പഴയ പേരിലായിരിക്കുമല്ലോ ഉപരോധം. അപ്പോൾ അമേരിക്ക അറിയില്ല. അങ്ങനെ ആണ് ഈ കള്ളക്കടത്ത് നടത്തുന്നത്. അപ്പോൾ ഇത് നേരത്തെ റഷ്യയിൽ നിന്നും എണ്ണ കടത്തിയിട്ടുണ്ട് ഈ കപ്പൽ. അങ്ങനെയാണ് ഉപരോധത്തിലൊക്കെ പെട്ടത്. 2003, 2004 പണിത കപ്പലാണ് ഈ അക്വില 2. കരിങ്കടൽ, ബാൾട്ടിക് കടൽ, പസഫിക് കടൽ, ഈ ഭാഗങ്ങളിലൊക്കെ റഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് നേരത്തെ റഷ്യയിൽ നിന്ന് യുക്രൈൻ യുദ്ധത്തിന് ശേഷം എണ്ണ കള്ളക്കടത്ത് നടത്തിയിരുന്ന കപ്പലാണിത്. അപ്പോൾ ഇപ്പോൾ ഹോങ്കോങ്ങിലെ സൺ കമ്പനി, SUNNE
കമ്പനിയുടെ പേരിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് 2025 ജനുവരി 10 ഉപരോധം ഇതിനെതിരെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെതിരെ യൂറോപ്യൻ യൂണിയൻ, ബ്രിട്ടൻ, കാനഡ ഒക്കെ ഉപരോധമുണ്ട്. 16 ടാങ്കറുകൾ വെനസ്വേലയിൽ നിന്ന് എണ്ണ കയറ്റി ജനുവരി 3 അവിടെ നിന്ന് പുറപ്പെട്ടത്. ഓപ്പറേഷൻ സദേൺ സ്പിയർ എന്ന് പറഞ്ഞ ഉപരോധം അമേരിക്കയുടെ, അത് ലംഘിച്ചിട്ടാണ് വെനസ്വേലയിൽ നിന്ന് ഈ 16 ടാങ്കറുകൾ പുറപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ പേര് കേപ്പ് ബാൾഡർ എന്നായിരുന്നു ഈ കപ്പലിൻ്റെ. പിന്നെ ഇതിൻ്റെ മാറ്റിയതാണ്. യുക്രൈനും ഇതിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരം കപ്പലുകളിലൊക്കെ ഗ്രീസിൻ്റെയോ പാനമയുടെയോ ഒക്കെ കൊടി, ഇടയ്ക്ക് കാമറൂണിൻ്റെ കൊടിയുള്ള കപ്പലുകളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, ഇറാനിൽ നിന്ന് കടത്തുന്നത്. അപ്പോൾ വെനസ്വേലയെ ശരിയാക്കി വെനസ്വേലയിൽ നിന്ന് ഇന്ത്യ എണ്ണ മേടിക്കണം എന്നൊക്കെ മറ്റേ അമേരിക്ക പറയുന്നുണ്ടല്ലോ. നമ്മളോട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്, ഇതൊക്കെ അമേരിക്ക നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ, CPM ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ പീയൂഷ് ഗോയലിനോടും ചോദിച്ചാണല്ലോ. പീയൂഷ് ഗോയൽ പറഞ്ഞു, ഞാൻ വാണിജ്യമന്ത്രിയാ, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അല്ല ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന പരിപാടി, അത് വിദേശകാര്യ വകുപ്പിൻ്റെ കീഴിലുള്ളതാണ്, നിങ്ങൾ ജയശങ്കറിനോട് ചോദിക്കുക എന്ന്. അപ്പം നവിക കുമാർ എന്ന് പറഞ്ഞ ടൈംസ് നൗവിൻ്റെ അവതാരക പീയൂഷ് ഗോയലിനോട് പറഞ്ഞു, ഇല്ല ഇത് ഞങ്ങള് മറ്റേ ജയശങ്കറിനോട് ചോദിച്ചിരുന്നു, ഈ ട്രേഡിന്റെ കാര്യമൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്നു, അത് നിങ്ങൾ പീയൂഷ് ഗോയലിനോട് അപ്പൊ വിദേശകാര്യ വകുപ്പാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യം കൈകാര്യം ചെയ്യുന്നത്. അത് വാണിജ്യമന്ത്രിയോട് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മൾ മാത്രമല്ല, ഈ എണ്ണ വിൽപ്പന ഉണ്ടല്ലോ, അതിനെ മാർക്കറ്റ് ഫോഴ്സസ് ആണ് നിയന്ത്രിക്കുന്നത്. എണ്ണയുടെ വില ഏറ്റവും കുറവ് എവിടെയാണോ അവിടെ നിന്ന് രാജ്യങ്ങൾ എണ്ണ മേടിക്കും. അതാണ് നമ്മളിപ്പോഴും പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ സംഭവം, ഈ കരാർ ഒപ്പുവെച്ച ശേഷം രൺദീപ് ജയ്സ്വാൾ നമ്മുടെ വിദേശകാര്യ വക്താവ് പറഞ്ഞിരുന്നു, അത് വിപണിയിലെ വില അനുസരിച്ചിട്ടാണ് അത് കൈകാര്യം ചെയ്ത് പോകുന്നത്. ഇപ്പൊ ഇങ്ങനത്തെ ഫ്ലൈറ്റുകളില്ലേ, ഷാഡോ ഫ്ലൈറ്റ്, ഇത് നമുക്ക് പുറത്ത് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇങ്ങനെയും എണ്ണ വരും. പിന്നെ നയാര എന്ന് പറഞ്ഞ എണ്ണ ശുദ്ധീകരണശാല ഗുജറാത്തില്, അതിന്റെ 49% ഓഹരിയും റോസ് നെഫ്റ്റ് ആണ്, റഷ്യൻ കമ്പനിയാണ്. റഷ്യൻ എണ്ണ ഭീമനാണ്. അതില് പകുതി ഓഹരിയും നയാര. അപ്പൊ പിന്നെ റഷ്യൻ എണ്ണ മേടിച്ചിട്ടല്ലേ അവിടെ ശുദ്ധീകരിക്കേണ്ടത്, ഇല്ലേ? റഷ്യയുടെ ഉടമസ്ഥത കൂടിയുള്ളതല്ലേ നയാര ശുദ്ധീകരണശാല. അപ്പൊ അമേരിക്കയുടെ ഈ പൊങ്ങച്ചവും ഈ വീമ്പ് പറിച്ചിലും ഒക്കെ വെറുതെയാണെന്ന് അർത്ഥം. അതൊക്കെ വെറുതെ. എണ്ണ അതെങ്ങനെ ഇപ്പൊ വെനസ്വേലയിൽ നിന്നും, ഞാൻ ഇത് നേരത്തെ തന്നെ ചർച്ചകൾ നടക്കുമ്പോൾ പറഞ്ഞിട്ടില്ലേ, വെനസ്വേലയിൽ ഒന്നാമത് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ കുറവ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മദുരയുടെ ബാപ്പ ഹ്യൂഗോ ഷാവേസ് ഇല്ലേ, അയാളിത് ദേശസാൽക്കരിച്ചു. ബ്രിട്ടീഷ് കമ്പനികളാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത് എണ്ണ ശുദ്ധീകരണശാലകൾ. അയാൾ ദേശസാൽക്കരിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് സ്വകാര്യ ഉടമ ഇല്ലല്ലോ, പിന്നെ കെട്ടി. പിന്നെ ഇപ്പൊ ട്രംപ് പറഞ്ഞിട്ടും അവിടുത്തെ എണ്ണ ഭീമന്മാര് വെനസ്വേലയിലേക്ക് ഞങ്ങൾ പോകാൻ തയ്യാറല്ല. രാഷ്ട്രീയ സാഹചര്യങ്ങൾ ശരിയായാലല്ലേ പോവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെ എണ്ണ ഉൽപാദനം കുറവാണ്. ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ പകുതിയും ചൈനയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ വെനസ്വേലയിൽ നിന്ന് എണ്ണ മേടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് തികയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇനിയും റഷ്യ നമുക്ക് വില കുറച്ച് തരുകയാണെങ്കിൽ റഷ്യയിൽ നിന്ന് തന്നെ മേടിച്ചിരിക്കും. അങ്ങനെയാണ്. റഷ്യയും പറഞ്ഞില്ലേ, ഇന്ത്യക്ക് അവിടെ നിന്ന് വേണമെങ്കിലും എണ്ണ മേടിക്കാം എന്ന് പറഞ്ഞില്ലേ. അത് അവരുടെ അവകാശ സ്വാതന്ത്ര്യമാണ്. അത് അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ റഷ്യയുടെ നിന്നും മേടിക്കാന്നല്ലേ. ഇത്തരം മാർഗങ്ങളുണ്ടല്ലോ എണ്ണ മേടിക്കാൻ. അപ്പൊ അതുകൊണ്ട് അത് നിർബാധം തുടരും. അമേരിക്കയ്ക്ക് കച്ചവടത്തിൽ വലിയ പാളിച്ചകൾ വന്നു. ഇന്ത്യ വലിയ വിപണിയല്ലേ. അപ്പൊ അതുകൊണ്ട് അവർക്കും അത് ആവശ്യമായിരുന്നു, രണ്ടു കൂട്ടർക്കും ആവശ്യമായിരുന്നു. ട്രംപ് അത് മനസ്സിലാക്കി വന്നപ്പോൾ വൈകിപ്പോയി എന്നല്ലേ ഉള്ളൂ. അതാണ് എൻ്റെ വാസ്തവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.